ഹർഷേട്ട. ഹർഷന്റെ അടുത്തേക്ക് എത്താനായതും അനു ഉറക്കെ വിളിച്ചതും ഹർഷന്റെ നോട്ടം അനു വിളിച്ച ഭാഗത്തേക്കെത്തി. അജുവിനെയും അനുവിനെയും പൂജയെയും ഹർഷൻ കണ്ടതും അവൻ തിരഞ്ഞത് ആ ഒരുവളെയാണ്. താൻ കാണാൻ കൊതിച്ച മുഖത്തെ, തന്റെ മനസ്സ് തുറന്നു കാട്ടാനുള്ളവളെ. എന്നാൽ അവളെ മാത്രം അവൻ അവരുടെ കൂട്ടത്തിൽ കണ്ടില്ല. സംശയത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നതും പരിഭ്രമിച്ചു നിൽക്കുന്ന അജുവിന്റെയും അനുവിന്റെയും പൂജയുടെയും മുഖം ഹർഷനെയും ഭയത്തിലാക്കുന്നു. അഭി എവിടെ? അവന്റെ മനസ്സിലേക്കും ചോദ്യം കടന്നു വന്നു. ഏട്ടാ. പൂജ ഹർഷന്റെ കയ്യിലേക്ക് വന്നു പിടിച്ചപ്പോഴാണ് അവൻ കേട്ട വാർത്തയിൽ നിന്ന് മുക്തനായത്. അവൻ അതേ പരിഭ്രമത്തോടെ അവളെ നോക്കി. അഭി, അവള് ഏട്ടനെ കണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോയത്. ഞാനാ അവളോട് ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. നിറമിഴികളോടെ തന്നോട് പറയുന്നവളെ ഹർഷന് നോക്കുവാനേ കഴിഞ്ഞുള്ളൂ. അവന്റെ തൊണ്ടയും ഇടറിയിരുന്നു. അതേ നോട്ടത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അർജുനെ ഹർഷൻ നോക്കി. ഞാൻ ഇവരെ മൂന്നാളെയും ഒരുമിച്ചിരുത്തി പോയതാ. വന്നപ്പോഴാണ് അഭിയെ. ഹർഷന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അർജുൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ഏട്ടാ, ചന്തുവേട്ടനെ വിളിക്ക്. അഭി അവൾ എവിടെ പോയി? താൻ സമ്മതം മൂളിയത് കൊണ്ട് മാത്രമാണ് അഭി പോയതെന്ന് ഓർക്കുമ്പോൾ പൂജയുടെ മനസ്സ് ഉരുകുന്നു. അന്നേരമാണ് പറഞ്ഞുപോയ വാക്കുകളെ ഓർത്ത് അവൾ സ്വയം ശപിക്കുന്നു. തന്റെ വിവേകമില്ലായ്മയാണ് അഭിയെ തങ്ങളുടെ അടുത്തു നിന്ന് കാണാതായതെന്ന് അവൾ സ്വയം വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ നീറ്റൽ പെണ്ണിനെ വല്ലാതെ ബാധിച്ചിട്ടുമുണ്ട്. ഞാൻ വിളിച്ചു നോക്കാം. പൂജ പറഞ്ഞപ്പോഴാണ് ചന്തുവിന്റെ കാര്യം അർജുന് ഓർമ്മ വന്നത്. അവൻ ഫോണെടുത്ത് വേഗം ചന്തുവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ തുടങ്ങി. എന്നാൽ നോ സിഗ്നലാണ് കാണിക്കുന്നത്. അല്ലെങ്കിലും ഈ ജനക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ച് എങ്ങനെ സിഗ്നൽ കിട്ടാനാണ്? 1-2 തവണ അർജുൻ ട്രൈ ചെയ്തെങ്കിലും കോൾ കണക്റ്റ് ആയില്ല. കോൾ കണക്റ്റ് ആകുന്നില്ല. ഇനി എന്തു ചെയ്യും? ഹർഷനെ നോക്കി പരിഭ്രമത്തോടെ അർജുൻ പറഞ്ഞതും തീക്ഷ്ണമായ നോട്ടമായിരുന്നു ഹർഷനിൽ നിന്ന് അർജുൻ നേരിട്ടത്. നോക്കാൻ കഴിയില്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു വരണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആളാകാൻ കൂട്ടി വന്നതല്ലേ. എന്നിട്ടെന്തായി? ദേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ഹർഷന്റെ മറ്റൊരു മുഖമായിരിക്കും നീ കാണുന്നത്. ദേഷ്യത്തോടെയും സങ്കടത്തോടെയും വാശിയോടെയും ഹർഷൻ അലറി. ഏട്ടാ, അജുവേട്ടൻ പറഞ്ഞതാ. ഞാനാ അഭിയോട്. അർജുനോട് ഹർഷൻ ദേഷ്യപ്പെടുന്നത് കണ്ടതും പൂജ ഹർഷന്റെ കൈകളിലേക്ക് പിടിച്ചു വിതുമ്പി. എനിക്കൊന്നും കേൾക്കേണ്ട. അവളെ എന്റെ കൺമുന്നിൽ എത്തിക്കണം. ഞാൻ എന്തു പറയണമെന്നറിയാതെ ഹർഷന് ആകെ വിളറി പിടിച്ചു. ഇതേ സമയം ഹർഷന്റെ മുഖഭാവവും സംസാരവുമൊക്കെ അർജുൻ ഭയത്തോടെ നോക്കിക്കാണുകയായിരുന്നു. തന്നോട് അവൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അഭിയെ കാണാത്തതിൽ അവൻ വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും അർജുൻ മനസ്സിലാക്കി. നമുക്ക് അവളെ കണ്ടെത്താം. ഇനിയും മാറി നിന്നിട്ട് കാര്യമില്ലെന്ന് കണ്ട അർജുൻ ഹർഷന്റെ അടുത്തേക്ക് പോയി അവന്റെ ചുമലിൽ കൈവച്ചു. അതേസമയം തന്നെ ഹർഷന്റെ ചുമലിൽ വെച്ച് അവന്റെ കൈകൾ തട്ടിത്തെറിപ്പിച്ച് അവനെ ഗൗരവത്തോടെ നോക്കി. നിന്നോട് ആരാ അവളെയും കൂട്ടി ഇവിടേക്ക് വരാൻ പറഞ്ഞത്? എന്റെ ഭാര്യയെ കൂട്ടി വരാൻ എനിക്കറിയാം. ഞാൻ വന്നില്ലെങ്കിൽ അവളും വരണ്ട. എന്നെ തോൽപ്പിക്കണം. അതുകൊണ്ട് മാത്രമല്ലേ നീ അവളോട് അടുക്കുന്നതും അവളെയും കൂട്ടി എല്ലായിടത്തും പോകുന്നതും? എനിക്കറിയാം നീ എന്നോടുള്ള ദേഷ്യം അവളിലൂടെ തീർക്കുകയാണെന്ന്. അതുകൊണ്ടാണല്ലോ അവൾ എന്നോട് അടുക്കാതിരുന്നതും. നീ എന്തൊക്കെയാ അച്ചു പറയുന്നത്? ശരിയാ, നീ പറഞ്ഞത് ശരിയാണ്. നിന്നെ തോൽപ്പിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും അഭിയെ ഞാൻ കരുവാക്കിയിട്ടില്ല. ഇനി ആകുകയുമില്ല. ഹർഷന്റെ വാക്കുകൾ അർജുവിനെ കൊല്ലാതെ കൊല്ലുന്നു. അഭിയെ ഉത്സവത്തിന് കൂട്ടിക്കൊണ്ടുവന്ന നിമിഷത്തെ അവൻ പഴിക്കുന്നു. ഹർഷൻ പറഞ്ഞത് ശരിയാണെന്നും അർജുൻ മനസ്സിലാക്കുന്നുമുണ്ട്. ഒരിക്കലും താൻ അവരെ തനിച്ചാക്കി പോകണ്ടായിരുന്നു. തനിക്ക് പറ്റിയ തെറ്റ് അത് തെറ്റ് തന്നെയാണ്. നിങ്ങളിങ്ങനെ പരസ്പരം പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. അഭിയെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ നോക്ക്. ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്ന് കണ്ട അനു ഉറക്കെ പറഞ്ഞതും ഹർഷനും അർജുനും പരസ്പരം നോക്കി. നിങ്ങളിവിടെ നിൽക്ക്. ഞാൻ ചന്തു ക്ഷേത്ര പരിസരത്ത് ഉണ്ടോ എന്ന് നോക്കട്ടെ. അർജുൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേഗം നീങ്ങി. അനു പറഞ്ഞതുപോലെ ഇനി പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. എത്രയും വേഗം അഭിയെ കണ്ടെത്തണം എന്ന ഉദ്ദേശത്തോടെ അർജുൻ ഓടുകയായിരുന്നു. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് അർജുൻ അനുവിനെയും പൂജയുടെയും കൈകളിൽ പിടിച്ചു മുന്നോട്ട് നടന്നു. ഹർഷന്റെ നടത്തത്തിന്റെ സ്പീഡിനൊപ്പം രണ്ടുപേർക്കും എത്താൻ കഴിയുന്നില്ല. അനുവും പൂജയും അവന്റെ ഒപ്പം ഓടുകയായിരുന്നു. അവന്റെ വെപ്രാളവും ടെൻഷനുമൊക്കെ ഒരു വേള അനുവും പൂജയും ശ്രദ്ധിക്കുകയായിരുന്നു. എന്നും അഭിയെ വഴക്കു പറയാറുള്ള ഹർഷേട്ടനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ഇന്ന് അതേ പെണ്ണിനു വേണ്ടി വെപ്രാളപ്പെടുന്ന ഹർഷേട്ടൻ. രണ്ടുപേരുടെയും കൈവിടാതെ അവൻ മുറുകെ പിടിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് നീങ്ങി. എല്ലാ വശവും അവൻ നോക്കുന്നുണ്ട്. പക്ഷേ എവിടെയും അഭിയുടെ പൊടി പോലും കാണുന്നില്ല. എല്ലാവരും നാടകം കാണുന്ന തിരക്കിലാണ്. അമ്പല പരിസരം മുഴുവൻ നാടകത്തിൽ ലയിച്ചിരിക്കുന്നു. പാലക്കാട്ട് ഉൾപ്രദേശമായതുകൊണ്ട് തന്നെ തമിഴന്മാർ ആയിരിക്കും കൂടുതലും. അക്കരെയുള്ളവർ മുഴുവനും എത്തിയിട്ടുണ്ട്. അതിന്റെ തിരക്കിലാണ് ക്ഷേത്ര പരിസരം മുഴുവൻ. ഏട്ടാ, ഇവിടെയൊക്കെ അജുവേട്ടൻ നേരത്തെ നോക്കിയതാ. അനു പറഞ്ഞതും ഹർഷൻ അവളെ നോക്കി. ഈ വശത്തേക്ക് അവൾ ഏട്ടനെയും തിരക്കി വന്നത്.
നേരത്തെ അഭി പോയ ഭാഗം പൂജ ചൂണ്ടിപ്പറഞ്ഞതും പൂജ ചൂണ്ടിയ വശത്തേക്ക് ഹർഷൻ നോക്കി. വാ. പൂജ പറഞ്ഞ ഭാഗത്തേക്ക് ഹർഷൻ രണ്ടുപേരെയും കൂട്ടി നടന്നു. വലിയൊരു പാടമായതുകൊണ്ട് തന്നെ ഒരു വശത്ത് മുഴുവൻ കരിമ്പിൻ തോട്ടമാണ്, മറ്റൊരു വശത്ത് കുറ്റിക്കാടും. എവിടെ പോകണം, എന്തു ചെയ്യണം, എങ്ങനെയാണ് എന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവൻ രണ്ടുപേരെയും വലിച്ച് മുന്നോട്ടേക്ക് തന്നെ നടന്നു. എപ്പോഴൊക്കെയോ അവൻ്റെ കണ്ണുകൾ ഇറനണിയുന്നുമുണ്ട്. തൻ്റെ ഷോൾഡറിൽ അവൻ ആ കണ്ണുകൾ ഒപ്പുന്നുമുണ്ട്. മുന്നോട്ട് നീങ്ങുന്തോറും അനുവിൻ്റെയും പൂജയുടെയും ഭയം ആളിക്കത്താൻ തുടങ്ങി. അഭി എവിടെ പോയി? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവൾ നേരത്തെ കണ്ടത് ഹർഷേട്ടനെ അല്ല. ചോദ്യം ഉയർന്നു വരുന്നതിനോടൊപ്പം അവരുടെ ചങ്കിടുപ്പും കൂടാൻ തുടങ്ങി. എല്ലാവരുടെ അടുത്തു നിന്നും കിതപ്പോടെ അർജുൻ പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി. അവൻ്റെ മുഖത്ത് ഇപ്പോഴും ഭയം നിഴലിക്കുന്നുണ്ട്. ഭയത്തിനുപരി അഭിക്ക് എന്ത് സംഭവിച്ചു എന്ന സംശയവും അവന് കടന്നുകൂടിയിട്ടുണ്ട്. CI ചന്തുനാഥ് അതേ കിതപ്പോടെ പോലീസിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ അവിടെ ഇരിക്കുന്ന ഒരു പോലീസുകാരനോട് ചോദിച്ചു. സാർ, ആ ദാ അവിടെ നിൽപ്പുണ്ട്. കോൺസ്റ്റബിൾ ചന്തു നിൽക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അയാൾ ചൂണ്ടിയ ഭാഗത്തേക്ക് അർജുൻ നോക്കിയതും ചന്തു ദേഷ്യത്തോടെ ആരോടോ സംസാരിക്കുന്നത് അർജുൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ചന്തുവിൻ്റെ അടുത്തേക്ക് നടന്നു. ഒരു എക്സ്ക്യൂസും കേൾക്കേണ്ട, അവന്മാരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. സാർ, അവന്മാരാ കുന്തക്കാട്ടിലേക്ക് ഓടിയിരിക്കുകയാണ്. ഈ ഇരുട്ടിൽ ഞങ്ങളെങ്ങനെ? ചന്തുവിൻ്റെ മുന്നിൽ നിൽക്കുന്നവരിൽ ഒരുത്തൻ പറഞ്ഞതും ചന്തു ദേഷ്യത്തോടെ അവനെ നോക്കി. എനിക്കതൊന്നും അറിയേണ്ട. രാവിലെ ആകുമ്പോഴേക്കും അവന്മാരെ എൻ്റെ കയ്യിൽ കിട്ടണം. ചന്തു ദേഷ്യത്തോടെ രണ്ടാളോടും പറഞ്ഞു തിരിഞ്ഞതും കണ്ണുനീർത്തളം കെട്ടിയ കണ്ണുകളോടെ നിൽക്കുന്ന അർജുനെയാണ് കണ്ടത്. ആ, താൻ വന്നോ? ഞാൻ തന്നെ നോക്കുകയായിരുന്നു. ഒരുപാട് തവണ ഞാൻ ഫോണിലേക്ക് ട്രൈ ചെയ്തു. പിന്നെ ഇവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ടല്ലോ. അർജുനെ കണ്ടതും ചെറുപുഞ്ചിരിയോടെ ചന്തു പറഞ്ഞു. ഡാ, ഒരു പ്രശ്നമുണ്ട്. ചന്തുവിൻ്റെ അടുത്ത് നിൽക്കുന്ന 2 പോലീസുകാരെ നോക്കിക്കൊണ്ട് അർജുൻ ചന്തുവിനെ നോക്കി. നിങ്ങൾ പോയി അന്വേഷിക്ക്. എനിക്ക് രാവിലെ അവന്മാരെ കിട്ടണം. അർജുൻ്റെ നോട്ടം തൻ്റെ അടുത്ത് നിൽക്കുന്നവരിലാണെന്ന് മനസ്സിലായതും ചന്തു അവരെ പറഞ്ഞയച്ചു. ചന്തു, അഭി മിസ്സിംഗ് ആണ്. ഞാൻ എല്ലായിടത്തും നോക്കി. എവിടെയും അഭിയെ കാണുന്നില്ല. ഹർഷനുമുണ്ട്, അവനെ അന്വേഷിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന അതേ ഭയം വീണ്ടും അർജുൻ കടന്നുകൂടി. അതേ പേടിയോടെ തന്നെ അവൻ ചന്തുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ആ എടാ, കാര്യമായിട്ടാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു അവൾ മിസ്സിംഗ് ആയിട്ട്. അഭി മിസ്സിംഗ് ആണെന്ന കാര്യം പറഞ്ഞിട്ടും ചന്തുവിൽ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ കണ്ടതും അർജുൻ കാര്യമായി തന്നെ പറഞ്ഞു. എടാ, നീ ടെൻഷനാവാതെ, അവൾ എൻ്റെ അടുത്തുണ്ട്. പറയുന്നതിനോടൊപ്പം അർജുൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ അർജുനെയും കൂട്ടി മുന്നോട്ട് നടന്നു. അഭി, അവൾ തൻ്റെ അടുത്തോ? അതിശയത്തോടെയും അതോടൊപ്പം സംശയത്തോടെയും സന്തോഷത്തോടെയും അർജുൻ ചന്തുവിനെ നോക്കി. ആ, കറക്റ്റ് ടൈം. ഞാൻ എത്തിയതുകൊണ്ട് അഭി ആ തമിഴരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ദേ അവിടെ ആ റൂമിലിരിപ്പുണ്ട്. ആളാകെ പേടിച്ചിട്ടുണ്ട്. ഞാനൊരു വനിതാ കോൺസ്റ്റബിളിനെയും അവളുടെ അടുത്തിരുത്തിയിട്ടുണ്ട്. ചന്തു അർജുനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന് രണ്ടുപേരും ആ റൂമിൻ്റെ മുന്നിലെത്തി. ഇതേ സമയം അർജുൻ്റെ മനസ്സിൽ ആശ്വാസം കടന്നുകൂടി. കുറച്ചു നേരം കൊണ്ട് അവൻ ആകെ തളർന്നിരുന്നു. അഭിയെ ഇനി കാണാൻ കഴിയുമോ എന്നുപോലും അവൻ ചിന്തിച്ചിരുന്നിടത്തേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ. അതിനാണ് ഇപ്പോൾ ആശ്വാസമായിരിക്കുന്നത്. അവൻ സന്തോഷത്തോടെ ചന്തുവിനെ നോക്കിക്കൊണ്ട് അവൻ റൂമിൻ്റെ വാതിൽ തുറന്നതും വനിതാ കോൺസ്റ്റബിളിൻ്റെ ചുമരിൽ തല ചായച്ച് കണ്ണുകൾ പൂട്ടി വിതുമ്പുന്നവളെയാണ് കണ്ടത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. ചന്തുവിൻ്റെ കൂടെ അർജുനെ കണ്ടതും അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടി വന്ന് അർജുനെ കെട്ടിപ്പിടിച്ചു. ഒപ്പം പൊട്ടിക്കരയുകയും ചെയ്തു. അജുവേട്ടാ, ഞാൻ സോറി. എനിക്ക് അവര് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നറിയാതെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിച്ചും പേയും പറഞ്ഞു. അപ്പോഴും അവൾ അവൻ്റെ ഷോൾഡറിൽ അവളുടെ മുറുക്കം കൂടിയിരുന്നു. കുറച്ച് നിമിഷം കൊണ്ട് പെണ്ണ് അത്രയും പേടിച്ചിട്ടുണ്ടെന്ന് അവളുടെ അവസ്ഥയിൽ അവൻ മനസ്സിലാക്കി. ഒപ്പം അവൾക്ക് അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു ഏട്ടൻ്റെ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ അവൻ തഴുകി. മോളെ അഭി, കരയല്ലേ. എന്താ സംഭവിച്ചത്? എങ്ങനെയാ മോള് ഇവിടം വരെ എത്തിയേ? അവളെ തന്നിൽ നിന്ന് പതിയെ അകറ്റി മാറ്റിക്കൊണ്ട് അവൻ വെപ്രാളത്തോടെ ചോദിച്ചു. അജുവേട്ടാ, ഞാൻ ഹർഷേട്ടൻ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ്ടും അജുവിൻ്റെ ചുമലിലേക്ക് വീണു. അജു, അഭിയോട് ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട. അവളൊന്ന് ഓക്കെ ആവട്ടെ. ചന്തു പറഞ്ഞതും അത് ശരിയാണെന്ന മട്ടിൽ അജു തലയാട്ടി. അപ്പോഴും അവൻ്റെ ചുമലിൽ വിതുമ്പി പൊട്ടിയിരുന്നു അഭി. എന്നിട്ട് മറ്റുള്ളവരൊക്കെ എവിടെ? ആ, പറഞ്ഞതുപോലെ അവർ അഭിയെ അന്വേഷിക്കുന്നുണ്ടാവും. ഛേ, ഞാൻ അഭിയെ കണ്ട ഷോക്കിൽ അതങ്ങ് മറന്നു. അർജുൻ പറഞ്ഞുകൊണ്ട് തൻ്റെ ചുമലിൽ ഇപ്പോഴും തലവച്ചിരിക്കുന്നവളെ പതിയെ നീക്കിക്കൊണ്ട് അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. മോൾ ഇവിടെ ഇരിക്ക്, ഞാനിപ്പോൾ വരാം. മോളെ അന്വേഷിച്ച് അവർ നടക്കുന്നുണ്ടാവും. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അർജുൻ പറഞ്ഞതും അഭി തലയാട്ടി. കുറച്ചു നേരം അർജുൻ്റെ അടുത്തിരുന്നപ്പോൾ അവൾക്ക് മനസ്സിന് നല്ല സമാധാനം തോന്നി. നേരത്തെ ഉണ്ടായിരുന്ന ഭയമൊക്കെ അവളിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ട്.
പിന്നെ കാര്യങ്ങളുടെ ഏകദേശ രൂപമൊക്കെ ചന്തുവും അഭിയും അതിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഞാൻ വരണോ? നീ കൂട്ടി വരില്ലേ അവരെ? വേണ്ട, ഞാൻ പോയി വരാം. നീ വന്നാൽ ഇവളിവിടെ തനിച്ചായതുപോലെയാവും. ചന്തു ചോദിച്ചതും അവനുള്ള മറുപടി നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി അഭിയെ നോക്കിക്കൊണ്ട് ആ റൂമിൽ നിന്നും അർജുൻ ഇറങ്ങി നടന്നു. ഇനി ഈ ജനത്തിരക്കിൽ അവരെ മൂന്നിനെയും എങ്ങനെ കണ്ടെത്താനാണ്? കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് അർജുൻ ആലോചിച്ചു നിന്നതും അർജുന്റെ തൊട്ടുപിറകിലായി മൂവരും വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. ഏട്ടാ, പൂജ വിളിച്ചതും അർജുൻ തിരിഞ്ഞു നോക്കി. ഏട്ടാ, അഭിയെ കണ്ടോ? ഏട്ടൻ എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര അന്വേഷിച്ചെന്നോ? ദേ, ആ പോലീസുകാരാ പറഞ്ഞത് ഏട്ടൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്ന്. അജു സംസാരിച്ച പോലീസുകാരെ ചൂണ്ടിക്കൊണ്ട് പൂജ പറഞ്ഞതും അവൻ ചെറുപുഞ്ചിരിയോടെ മൂവരെയും നോക്കി. ഹർഷന്റെ മുഖത്ത് ഇപ്പോഴും ടെൻഷനാണ്. അവൻ അർജുനെ ശ്രദ്ധിക്കാതെ ചുറ്റുപാടും അഭിയെ തിരയുകയാണ്. ഏട്ടാ, എന്താ ചെയ്യുക? എത്ര നേരമായി നമ്മളെല്ലാവരും അഭിയെ തിരയുന്നു. നമുക്ക് കംപ്ലൈന്റ് കൊടുത്താലോ? പൂജ ഹർഷന്റെ കൈവിട്ടുകൊണ്ട് അർജുന്റെ അടുത്തേക്ക് നീങ്ങി വിതുമ്പി. വേണ്ട, അഭിയെ കണ്ടെത്തി. അർജുൻ പറഞ്ഞതും ഹർഷൻ ഞെട്ടലോടെ അവനെ നോക്കി. അഭിയെ കണ്ടെന്നോ? എവിടെ? എന്നിട്ട് എവിടെ അവൾ? പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അനു സന്തോഷത്തോടെ ചോദിച്ചു. അവിടെയുണ്ട്. നിങ്ങളെ വിളിക്കാൻ ഞാനിപ്പോൾ അഭിയുടെ അടുത്ത് നിന്ന് വന്നതാണ്. സന്തോഷത്തോടെ അർജുൻ പറഞ്ഞതും ഹർഷൻ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കുറച്ചു ദൂരെയായി നിൽക്കുന്ന ആ ക്വാർട്ടേഴ്സിലേക്ക് നോട്ടം പായിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ഹർഷൻ അവരുടെ അടുത്ത് നിന്ന് ഒറ്റ നടത്തമായിരുന്നു ആ ക്വാർട്ടേഴ്സിലേക്ക്. ഏട്ടാ, ഞങ്ങളുമുണ്ട്, പൂജ വിളിച്ചു പറഞ്ഞതും ഹർഷൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. അപ്പോഴേക്കും പൂജയും അനുവും ഹർഷന്റെ പിറകെ നടന്നിരുന്നു. ഏറ്റവും പിറകിൽ അർജുനും. ഇത്രയും നേരം ടെൻഷൻ അടിച്ചതിന്റെ ഇരട്ടി അവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. അഭിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഓർക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. ക്വാർട്ടേഴ്സിന്റെ മുന്നിലെത്തിയതും അടഞ്ഞിരിക്കുന്ന വാതിൽ ഹർഷൻ മലർക്കെ തുറന്നു. എന്നാൽ അവിടെ കൺമുന്നിലുള്ള കാഴ്ച അവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ഒരു നോക്ക് അവന്റെ കണ്ണുകൾ അഭിയിലേക്ക് ചെന്നെത്തി. ചന്തുവിന്റെ അടുത്തിരിക്കുന്നവൾ. എന്തോ ബിസ്ക്കറ്റോ മറ്റോ ചന്തു അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുമുണ്ട്. ഹർഷൻ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയും അതുതന്നെ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ചന്തുവും അഭിയും നോക്കിയത്. ഹർഷനാണെന്ന് മനസ്സിലായതും അഭി വേഗം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്നാൽ തെളിച്ചമില്ലാത്ത ഹർഷന്റെ മുഖം കണ്ടതും അവൾ ഒന്ന് പേടിക്കാതിരുന്നില്ല. ഇതേ സമയം ഒരു നോക്ക് അവളെ കാണണമെന്ന ആഗ്രഹത്തോടെ വന്നവന്റെ കൺമുന്നിലുള്ള കാഴ്ച അവനെ വല്ലാതെ തളർത്തിയിരുന്നു. ആഗ്രഹിച്ചത് വെറുതെയായിരുന്നോ? ഇവൾക്ക് വേണ്ടിയായിരുന്നോ ഇത്രയും നേരം താൻ പിടഞ്ഞത്? തൻ്റെ ഇഷ്ടം ഇവളെ അറിയിക്കാനായി ഓടി വന്നത് എന്തിനാ? ഒരേ സമയം അവൻ്റെ മനസ്സിടറിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഏട്ടാ, മാറി നിന്നേ. പൂജ ഹർഷനെ വാതിലിൻ്റെ അരികിൽ നിന്ന് നീക്കിയതും അവൻ താനെ മാറി നിന്നു. അവൻ മാറിയതും അനുവും പൂജയും ഉടനെ അഭിയുടെ അടുത്തേക്ക് നടന്നു. ഡി, എന്താ പറ്റിയ? നീ എവിടെയാ പോയത്? ഇത്രയും നേരം എവിടെയായിരുന്നു? സന്തോഷത്തിലുപരി ചെറുവേദനയോടെയും പൂജ ചോദിച്ചു. എന്തെന്നാൽ ഇത്രയും നേരം പൂജയുടെ മനസ്സ് ആളിക്കത്തുകയായിരുന്നു. താൻ കാരണം അഭിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു പെണ്ണ്. എവിടെയായിരുന്നു അഭി? ഞങ്ങൾ എത്ര പേടിച്ചെന്നോ? ചെറു കണ്ണീരോടെ അനുവും അഭിയെ പുണർന്നു. എന്തോ ഭാഗ്യത്തിന് ആ തമിഴന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചന്തു പറഞ്ഞതും സംശയത്തോടെ പൂജയും അനുവും അവനെ നോക്കി. ഇതേ സമയം ഇപ്പോഴും വാതിലിനരികിൽ നിൽക്കുകയാണ് ഹർഷൻ. താൻ വന്നപ്പോൾ കണ്ട കാഴ്ച അവനെ ഇപ്പോഴും വേദനിപ്പിക്കുന്നു. ആ സമയം കൊണ്ട് അർജുനും അകത്തേക്ക് വന്നിരുന്നു. എന്താ എന്താ സംഭവിച്ചത്? പരിഭ്രമത്തോടെ ചോദ്യത്തോടെ ചന്തുവിനെ പൂജ നോക്കി. എന്ത് സംഭവിക്കാൻ? ഹർഷനെ കണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്ന് നീങ്ങിയവൾ മുന്നോട്ടേക്ക് നടന്നു. തിക്കിലും തിരക്കിലും പെട്ട് എവിടേക്കോ ചെന്നെത്തി. നേരെ മുന്നിൽപ്പെട്ടതോ അക്കരെ നിന്ന് വന്ന തമിഴന്മാരുടെ കയ്യിലും. പറയേണ്ട കാര്യമുണ്ടോ? തമിഴന്മാരിൽ ഒരുത്തൻ ഇവളെയും തോളിലിട്ട് ആ കുറ്റിക്കാട്ടിലേക്ക് പോകാൻ നിന്നതാ. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ടൈം ഞാൻ ആ ഭാഗത്തേക്ക് പോയത് കൊണ്ട് കണ്ടു. ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങിയത്. എൻ്റെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഇവളെയും അവിടെയിട്ട് അവന്മാർ ഓടിക്കളഞ്ഞു. 4-5 ഉണ്ടായിരുന്നു. 2 കിട്ടിയിട്ടുണ്ട്. ബാക്കി 3 കണ്ടെത്തണം. എൻ്റെ ദേവി, ചന്തു പറഞ്ഞത് കേട്ട് പൂജ നെഞ്ചിൽ കൈവച്ചു പോയി. ഏട്ടൻ ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോൾ ഇത്രയും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ ഒരാളുടെ വാക്ക് കേട്ടാണ് അഭി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് തന്നെ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? ഇതുകൊണ്ടാണ് നിങ്ങളോട് എവിടെയും പോകാതെ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അനുസരിച്ചോ? തനിഷ്ടമല്ലേ എല്ലാവർക്കും? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ചന്തു ഇവളെ കണ്ടില്ലായിരുന്നെങ്കിലോ? ചന്തു ഉണ്ടായതുകൊണ്ട് ഇവൾ രക്ഷപ്പെട്ടു. ചന്തുവിനോടാണ് എല്ലാവരും നന്ദി പറയേണ്ടത്.
തികഞ്ഞ ദേഷ്യത്തോടെ അർജുൻ മൂവരെയും നോക്കി പറഞ്ഞുകൊണ്ട് ചന്തുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. മതിയടാ, വഴക്കൊന്നും പറയണ്ട. പിന്നെ പറയാതെ. നീ ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നീ ഒന്ന് ഓർത്തു നോക്കിയേ ആ അവസ്ഥയെക്കുറിച്ച്. വീണ്ടും മൂന്നാളെയും നോക്കി ഗൗരവത്തോടെ അർജുൻ പറഞ്ഞു. അങ്ങനെ ഇവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയോടാ? ഡാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നീ കണ്ടില്ലായിരുന്നുവെങ്കിൽ. മതി സംസാരിച്ചത്. വീട്ടിലേക്ക് പോകാൻ നോക്കാം. നാടകം കഴിഞ്ഞു. വെടിക്കെട്ട് വെളുപ്പിനെ ഉണ്ടാകും. ഇപ്പോൾ തന്നെ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി വെടിക്കെട്ട് കാണാനൊന്നും നിൽക്കേണ്ട. ചന്തു പറഞ്ഞതും അത് ശരിവയ്ക്കുന്ന രീതിയിൽ അർജുൻ തലയാട്ടി. പിന്നെ ഒട്ടും വൈകിച്ചില്ല. മൂവരെയും കൊണ്ട് ചന്തുവും അർജുനും ആ റൂമിൽ നിന്ന് ഇറങ്ങി. അവർക്ക് പിറകെ ഹർഷനും. റൂമിൽ കയറാതെ അവൻ അപ്പോഴും വാതിലിനരികിൽ തന്നെ നിൽക്കുകയായിരുന്നു. എല്ലാവരുടെയും സംസാരം കേൾക്കുന്നുണ്ട്. പക്ഷേ മറുത്തൊന്നും അവൻ ചോദിക്കാൻ നിന്നില്ല. അവൻ്റെ മനസ്സിൽ ചന്തു പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോഴുമുള്ളത്. വാക്കുമാത്രമല്ല, റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഉള്ള കാഴ്ചയും അവനെ വല്ലാതെ വേദനിപ്പിച്ചു.